ഒരു ശിവക്ഷേത്രം മനുഷ്യന് പോവാൻ വേണ്ടി വഴിമാറിക്കൊടുക്കുന്ന അദ്ഭുത കാഴ്ച നോക്കൂ. ലോകത്തിന് അദ്ഭുതമായി സമുദ്രത്തിനടിയിലെ ഒരു ശിവക്ഷേത്രം. ഭക്തർക്ക് കടൽ വഴിമാറിക്കൊടുക്കുന്ന അദ്ഭുത കാഴ്ചയാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കടൽത്തിര പിൻവാങ്ങിയ ഭൂമിയിലൂടെ 2 കിലോമീറ്ററോളം നടന്ന് ഭക്തർ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കാനെത്തുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണിവരെ കടൽ മാറിക്കൊടുക്കുന്നത് അദ്ഭുത കാഴ്ചയാണ്. 1 മണിക്ക് ശേഷം ക്ഷേത്രത്തിന് ഇരുവശവും ജലനിരപ്പ് താഴാൻ തുടങ്ങുകയും വെള്ളം മാറി നിന്ന് കൊടുക്കുകയും ഭക്തർക്ക് ശിവാരാധനയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ക്ഷേത്ര പരിസരത്തുള്ള പാണ്ഡവക്കുളത്തിൽ കൈകാലുകൾ ശുദ്ധിയാക്കിയിട്ടാണ് ഭക്തർ ആരാധന നടത്തുക. രാത്രിയിൽ വീണ്ടും ക്ഷേത്രം കടലിനടിയിലാകും. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഭവനഗറിലുള്ള കോലിയക്ക് എന്ന സ്ഥലത്താണ്. പഞ്ചപാണ്ഡവർ ആരാധിച്ചിരുന്നു എന്ന് കരുതുന്ന സ്വയംഭൂവായ 5 ശിവലിംഗങ്ങളാണ് ഇവിടെ പ്രാർത്ഥനാമൂർത്തികൾ. അതോടൊപ്പം ഓരോ ലിംഗത്തിനു മുൻപിലും ഓരോ നദിയുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. മഹാഭാരത യുദ്ധം ജയിച്ച പാണ്ഡവർക്ക് അഗാധമായ ദുഃഖമുണ്ടായി. സ്വന്തം ബന്ധുമിത്രങ്ങളെ അവരുടെ തെറ്റുകൊണ്ടാണെങ്കിൽ പോലും കൊല്ലേണ്ടി വന്നില്ലേ? ഈ പാപത്തിനെന്തുണ്ട് പരിഹാരം? എല്ലാ ദുഃഖത്തിനും പരിഹാരമായ കൃഷ്ണനെ തന്നെ അവർ അഭയം പ്രാപിച്ചു. ശ്രീകൃഷ്ണൻ അവർക്കൊരു കറുത്ത കൊടിയും കറുത്ത പശുവിനെയും കൊടുത്തു. ഈ കൊടിയുമേന്തി കറുത്ത പശുവിനെ പിന്തുടരാൻ നിർദ്ദേശിച്ചു. എപ്പോഴാണോ ഇവ രണ്ടും വെളുപ്പ് നിറമാവുന്നത് അപ്പോൾ അവരുടെ കളങ്കങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും അവിടെ ശിവന്റെ സാന്നിധ്യമുണ്ടെന്നും അവിടെ ശിവനെ തപസ്സു ചെയ്യുന്നത് ഉത്തമമാണെന്നും ഉപദേശിച്ചു. പഞ്ചപാണ്ഡവർ ഈ നിർദ്ദേശം ശിരസാ വഹിച്ചു. ദിനരാത്രങ്ങൾ അലഞ്ഞു. പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. പക്ഷെ പശുവും കൊടിയും കറുത്തു തന്നെ. യാത്രാമധ്യേ അവർ കോളിയാക്കിലെ കടൽത്തീരത്തെത്തി. അപ്പോഴിതാ കൂടെയുള്ളത് വെളുത്ത പശു, കൈയിലെ കൊടിയും വെളുപ്പ. ശ്രവണമാസത്തിലെ അമാവാസി ദിവസമായിരുന്നു അത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പാണ്ഡവർ അവിടെ തപസ്സാരംഭിച്ചു. അവരിൽ സംപ്രീതനായ ശിവൻ അവരോരോരുത്തരുടെ മുമ്പിലും പ്രത്യേക ശിവലിംഗവുമായി പ്രത്യക്ഷമായി. ശിവപ്രീതിയിൽ സന്തോഷിച്ച അവർ ശിവലിംഗങ്ങളെ അത്യധികം ഭക്തിയോടെ ആരാധിച്ചു മടങ്ങിപ്പോയി. പഞ്ചപാണ്ഡവരെ കളങ്കവിമുക്തരാക്കിയ മഹാദേവനെ നിഷ്കളങ്ക മഹാദേവനായി ആരാധിച്ചു തുടങ്ങി. അമാവാസി ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക ആരാധനകളുണ്ട്. ഇവിടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്താൽ പരേതാത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിയുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ കൊടിമാറ്റൽ വർഷത്തിലൊരിക്കലാണ് നടക്കുക. ഭവനഗർ രാജവംശത്തിന്റെ അവകാശമാണത്. ഈ മാറ്റുന്ന കൊടി അടുത്ത 364 ദിവസവും നിലനിന്നു പോരുന്നു. ആഞ്ഞടിക്കുന്ന തിരകളോ ആയിരങ്ങളെ സമ്മരിച്ചലറിയാടിയ സുനാമിയോ ഈ കൊടിയെ വീഴ്ത്തിയിട്ടില്ല. എത്ര വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉണ്ടായിട്ടും ഇത്രയും വർഷങ്ങളായി ഈ ശിലാക്ഷേത്രത്തിന്റെ 20 അടിയിലധികം ഉയരമുള്ള കൊടിമരത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നതും അദ്ഭുതം. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ